സാങ്കേതിക സർവകലാശാലയിൽ ഇഷ്ടക്കാരെ നിയമിച്ച് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് APJ അബ്ദുൽ കലാം സാങ്കേതിക സർവകലാശാലയിലാണ് നിയമം ലംഘിച്ച് സർക്കാർ സെക്രട്ടറി നിയമനം നടത്തിയത്. വിവരങ്ങളുമായി കമലേഷ് തെക്കേക്കാട് കൂടി ചേരുന്നുണ്ട്. കമലേഷ്, ഇപ്പോൾ നിയമം ലംഘിച്ചുകൊണ്ട് അഭിമുഖം നടത്തുമെന്ന് പറഞ്ഞിരുന്നു. എന്നാൽ അഭിമുഖം നടത്താതെ തന്നെ ഇപ്പോൾ നിയമം ലംഘിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഒരു നിയമനം നടന്നിരിക്കുന്നത്. മറ്റ് വിവരങ്ങൾ എന്തൊക്കെയാണ്? ശരണ്യ, സർവകലാശാല ചട്ടങ്ങൾ പൂർണ്ണമായും ലംഘിച്ചുകൊണ്ടാണ് ഇത്തരമൊരു നിയമനം നടത്തിയിട്ടുള്ളത്. ഒരു തരത്തിലും സർക്കാരിനോ ബന്ധപ്പെട്ട വകുപ്പിനോ ഒന്നും നേരിട്ട് സർവകലാശാലകളിൽ നിയമനം നടത്താൻ കഴിയില്ല എന്നുള്ളതാണ് ചട്ടം അനുസരിച്ച് ആ നിലയിലാണ് കാര്യങ്ങൾ. ഇതിന്റെ പൂർണ്ണ അധികാരി, അതായത് നിയമനങ്ങൾ നടത്തുന്നത് പൂർണ്ണമായും സിൻഡിക്കേറ്റിന്റെ ചുമതലയിൽ അല്ലെങ്കിൽ അധികാരപരിധിയിൽ വരുന്ന കാര്യമാണ്. അത് തന്നെയും വളരെ കൃത്യമായി അപേക്ഷ ക്ഷണിച്ച് അതിന്റെ ഭാഗമായി അഭിമുഖം നടത്തി ആ നിലയിലാണ് ഈ നിയമനങ്ങളെല്ലാം തന്നെ നടത്തേണ്ടത്. പക്ഷേ നിലവിൽ ഇപ്പോൾ ഈ APJ അബ്ദുൽ കലാം സാങ്കേതിക സർവകലാശാലയിൽ സർവകലാശാല ചട്ടങ്ങൾ പൂർണ്ണമായും ലംഘിച്ചുകൊണ്ടാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറി നേരിട്ട് ഇത്തരത്തിൽ പരീക്ഷാ കൺട്രോളർ അടക്കമുള്ള തസ്തികകളിലേക്ക് ഇത്തരമൊരു നിയമനം നടത്തിയിട്ടുള്ളത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും വൈസ് ചാൻസലർക്കോ അതുപോലെ തന്നെ സർക്കാരിനോ ഇതിനുള്ള അധികാരമില്ല എന്നിരിക്കെയാണ് ഈ നിയമനം നടന്നിട്ടുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നിലവിൽ ഡെപ്യൂട്ടേഷനുള്ള വിജ്ഞാപനം ഇറങ്ങിയിട്ടുള്ള ഒരു സമയം കൂടിയാണ്. ഈ സമയത്ത് എന്തിനായിരുന്നു തിടുക്കപ്പെട്ട് ഇത്തരമൊരു നിയമനം നടത്തിയത്? അത് ഇഷ്ടക്കാരെ ഇത്തരം പോസ്റ്റുകളിൽ, പ്രധാനപ്പെട്ട പോസ്റ്റുകളിൽ, പരീക്ഷാ കൺട്രോളർ ഉൾപ്പെടെയുള്ള പോസ്റ്റുകളിൽ ഇരുത്താനുള്ള അല്ലെങ്കിൽ അവിടെ പ്രതിഷ്ഠിക്കാനുള്ള ഒരു നീക്കമായി തന്നെ ഇതിനെ കാണണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും വൈസ് ചാൻസലറുടെ ഇച്ഛയ്ക്കനുസരിച്ചാണ് ഇത്തരത്തിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറി ഒരു നിയമനം നടത്തിയിട്ടുള്ളത് എന്നതാണ് പരക്കെ ഉയരുന്ന ആക്ഷേപം. ഏതായാലും വലിയ പ്രതിഷേധവും ഇതിന്റെ ഭാഗമായി തന്നെ ഉയർന്നു വരാൻ തുടങ്ങിയിട്ടുണ്ട്. ശരണ്യ, ശരി, സാങ്കേതിക സർവകലാശാലയിലാണ് ഇപ്പോൾ നിയമം ലംഘിച്ചുകൊണ്ടൊരു നിയമനം നടന്നിരിക്കുന്നത്. വിവരങ്ങളാണ് കമലേഷ് തെക്കേക്കാട് നൽകിയത്.